വേൾഡ് വാച്ചസ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെള്ളപ്പാണ്ട് എന്ന രോഗത്തെ കുറിച്ചാണ്. അപ്പൊ വെള്ളപ്പാണ്ട് എന്നുള്ളത് നമ്മൾ അക്കോർഡിംഗ് ടു മോഡേൺ ലൂക്കോഡർമ എന്ന് പറയാറുണ്ട്. അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് വിറ്റിലിഗോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങള്, ഇതിന് രോഗസാധ്യത അല്ലെങ്കിൽ രോഗം നമുക്ക് എങ്ങനെയാണ് രോഗ തീവ്രത കൂടുതലായിട്ട് കാണുന്നത്, ഏത് തരത്തിലുള്ള വെള്ളപ്പാണ്ടിലാണ് രോഗ തീവ്രത കാണുന്നത്, അതുപോലെ എങ്ങനെയാണ് ഈ രോഗത്തിന് നമ്മൾ ആയുർവേദ ചികിത്സ ലഭ്യമാക്കേണ്ടത്, എന്തൊക്കെ ചികിത്സകൾ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ഒറ്റമൂലികൾ നമുക്ക് പ്രയോഗിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണാം, എന്നാലാണ് ഫുള്ളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം വളച്ചു കെട്ടാതെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളപ്പാണ്ടിന് നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദ ക്ഷിത്ര എന്നാണ് പറയുന്നത്. ഖിലാസ എന്നൊരു പേരും കൂടി നമ്മുടെ വെള്ളപ്പാണ്ടിനുണ്ട്. അപ്പോൾ ഇത് വളരെ പഴയ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ, അതായത് നമ്മുടെ ഈ ആയുർവേദ ടെക്സ്റ്റുകളൊക്കെ വന്ന കാലഘട്ടത്തിൽ തന്നെ ഇതിനെ വളരെ പ്രതിപാദിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ന്യൂലി മുളച്ച ഒരു രോഗമല്ല, ഇത് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഉള്ള ഒരു രോഗം തന്നെയാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ മോഡേൺ വേർഷനിൽ എങ്ങനെയാണ് നമുക്ക് ഈ വെള്ളപ്പാണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നത്? ഇതിന് പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മെലാനോസൈറ്റ് എന്ന് പറയുന്ന ചില സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ആ സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിലെ കളറിങ് കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആയ മെലാനിൻ എന്നുള്ളതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പിഗ്മെന്റ് ആണ്. അതാണ് നമ്മുടെ ശരീരത്തിന്, നമ്മളിപ്പോ വെളുത്ത നിറമുള്ള ആളാണെങ്കിൽ വെളുത്ത നിറവും, ഇരുണ്ട ആളാണെങ്കിൽ ഇരുണ്ട കളറും ഒക്കെ കൊടുക്കുന്നത് ആ പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റ് കൂടിയിരിക്കുമ്പോൾ നമുക്ക് കറുത്ത കളർ, ഇരുണ്ട കളർ വരും. അത് കുറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ലൈറ്റ് കളർ ആയിരിക്കും മാറും. അങ്ങനെയൊക്കെ നമുക്ക് പിഗ്മെന്റേഷൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ മെലാനിൻ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് മെലാനിന്റെ പ്രൊഡക്ഷൻ അത് കുറയുന്നതായിട്ട്, അതല്ലെങ്കിൽ മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കുക, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ, അതുപോലെ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരിക, അത് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ പ്രതിപ്രവർത്തനം എന്ന പോലെ വെള്ളപ്പാണ്ടുകൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നത് എന്നുള്ളത്, അല്ലെ? ഇനി ഇതിന്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെലാനോസൈറ്റ് എന്ന സെല്ലുകളിൽ നിന്നാണല്ലോ ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് സംഭവിക്കുന്ന ഡാമേജ്, അതിന് സംഭവിക്കുന്ന ഒരു നാശം, അതുകൊണ്ടാണ് നമുക്ക് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. അതാണ് ആദ്യത്തെ കാരണം. പിന്നെ വരുന്നത് ഈ പിഗ്മെന്റ്, അതായത് ഈ മെലാനിനിൽ നമ്മൾക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടാവുന്നില്ല, കറക്റ്റ് ക്വാളിറ്റി ഉണ്ടാവുന്നില്ല. ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാവുന്നതിനാണ് ചിലപ്പോൾ നമുക്ക് വെള്ളപ്പാണ്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഒരെണ്ണമാണ് ജെനറ്റിക്സ്. അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ ആർക്കെങ്കിലും ഒക്കെ വെള്ളപ്പാണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ആ ജെനറ്റിക്സ് വഴി അത് നമുക്ക് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയൊന്നും ഉണ്ടാകണമെന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദർ ഇസ് എ ചാൻസ്. ഓക്കെ, അങ്ങനെ. അപ്പൊ അതെല്ലാ രോഗത്തിൽ പറയുന്ന പോലെ പാണ്ടിലും അത് കൃത്യമായിട്ട് ജെനറ്റിക്സ് ഒരു ഘടകമാണ്. ഓക്കെ, പിന്നെ വരുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ്, എന്തൊക്കെ നമ്മൾ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലും വരുന്ന, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതി മുൻപത്തെ ജീവിത രീതിയിലേക്കാളും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ പാണ്ട് വരാനും ഒക്കെ കാരണമാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു, ഒരു വെള്ളപ്പാണ്ട് എന്നുള്ളത് ഒരു മാരക രോഗമല്ല, പക്ഷെ ഇത് ഒരു കോസ്മെറ്റോളജിക്കൽ ഇഷ്യൂ ആണ്. അതായത് നമുക്ക് നമ്മുടെ ഭംഗിയുടെ ഒരു ഘടകമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഭംഗി ഒരു അഭംഗി പോലെ നമ്മളെ സൊസൈറ്റി കാണപ്പെടുന്ന ഒന്നായതുകൊണ്ട് ഇതുമൂലം നമ്മുടെ മനസ്സ് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ മാറാനും കുറച്ച് അന്തർമുഖരായിട്ട് മാറാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം, നമ്മുടെ ഒരു രോഗം വെച്ചിട്ട് നമ്മളെ സൊസൈറ്റി കാണുമ്പോൾ അത് നമ്മൾ ഒരിക്കലും അത് ആലോചിച്ച് നമ്മളെ വിലയിരുത്തേണ്ട കാര്യം ഇല്ല. ഏതൊരു രോഗമാണെങ്കിലും ഒരിക്കലും നമ്മൾ മറ്റൊരാളെ വിലയിരുത്തിയിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ ആദ്യം പറയുന്നു. നമ്മൾ ചികിത്സകളൊക്കെ പറയുന്നതിന് മുൻപ് രോഗിക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിൽ ഏത് സയൻസിലായാലും, മോഡേൺ സയൻസിലായാലും നമ്മുടെ ആയുർവേദിക് സയൻസിലായാലും അത് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒരു വെള്ളപ്പാണ്ടുള്ള രോഗിക്ക് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി രോഗത്തിനെ കുറിച്ച് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ടും വരുന്ന ഒരു രോഗമാണ്.
കൃത്യമായിട്ടും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. പിന്നെ നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, ഇതിനെയും നമ്മൾക്ക് ഇത് ബാധിക്കാനായിട്ട് ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ ഒക്കെ എടുക്കുന്ന വ്യക്തിക്ക് ഇത് വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ചില രീതിയിലുള്ള ഡൈ, നമ്മൾ മുടി കറുപ്പിക്കാനൊക്കെ നമ്മൾ ഡൈ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ആ ഡൈയുടെ അലർജി ആയിട്ടും നമുക്ക് വെള്ളപ്പാണ്ട് നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചില കാരണങ്ങൾ മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെയാണ് വന്നത് എന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റില്ല. പല കാരണങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ ലക്ഷണങ്ങളിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വെള്ളപ്പാടുകളായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പൊ ഇനി ചിലവർക്കാണെങ്കിൽ ചെറിയ ചെറിയ വെള്ള കുത്തുകൾ പോലെയായിരിക്കും കാണുന്നത്. പിന്നെ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ചിലപ്പോൾ ഓരോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ കുത്തുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പയ്യാണ്, വളരെ സ്ലോലിയാണ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. ആദ്യം ചെറിയ കുത്തുകളായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകളായിട്ടുമാണ് നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കാണുക. പിന്നീടാണ് ഇതിന് ഒരു സ്പ്രെഡിങ് ആവുന്നത്, അല്ലെങ്കിൽ ഇതൊന്ന് കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ഇത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത്. ചില കണ്ടീഷനിൽ എന്താണ്, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ശരീരം മുഴുവനായിട്ട് വ്യാപിച്ചിരിക്കുന്നതും കാണാം. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കുട്ടികളിലൊക്കെയാണ് വരുന്നത് വെച്ചാല് നമ്മൾ വിചാരിക്കും ഇത് വിരശല്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൃമിശല്യമായിരിക്കും, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചുണങ്ങായിരിക്കും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ച് പോവാറുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ചികിത്സ വൈകുക കൂടിയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചികിത്സ വൈകുന്നതിലൂടെ നമുക്ക് ഇതിന് പെട്ടെന്ന് സാധ്യമായിട്ടുള്ള രോഗം അസാധ്യമായിട്ടുള്ള രോഗമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇത് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ചെറിയ കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കാണാറുണ്ടെങ്കിൽ. അപ്പൊ പൊതുവെ ഇതൊന്നും വെള്ളപ്പാണ്ടായിട്ട് മാറാറില്ല. ഇത് പൊതുവെ ഒരു ചുണങ്ങോ അല്ലെങ്കിൽ വിരശല്യം, കൃമിശല്യം ഒക്കെ കുട്ടികൾക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു വെള്ളപ്പാടുകളൊക്കെ കാണുവരാറുണ്ട്. പക്ഷെ വളരെ റെയർ ആയിട്ട് ഒരു വളരെ മിൽക്കി വൈറ്റിലൊക്കെ നമുക്കിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെള്ളപ്പാണ്ടിന്റെ ഒരു ലക്ഷണമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഇതിന് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ നമുക്ക് സ്പ്രെഡ് ചെയ്യാന്, ഇപ്പൊ ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിന് മുൻപ് ഇത് തടഞ്ഞു നിർത്താനും പിന്നീട് സ്പ്രെഡ് ആക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെലാനോസൈറ്റിന്റെ പ്രൊഡക്ഷൻ ആണ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നടക്കാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വെള്ളപ്പാണ്ട് വരുന്നത്. അപ്പൊ അതിന് അത് പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ട് വേണ്ട ചില വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഡി, കോപ്പർ, സിങ്ക് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഫുഡിലൂടെ ഉൾപ്പെടുത്താനായിട്ട് കൂടുതലായിട്ടും വെള്ളപ്പാണ്ടുള്ള രോഗികൾ ശ്രമിക്കണം. ഓക്കെ, ഇപ്പൊ ആഹാരത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മളൊരു വെള്ളപ്പാണ്ടായിട്ട് വരുന്ന രോഗിയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് നമ്മൾ എടുത്ത് ചെയ്യാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളപ്പാണ്ട് വരാനുള്ള സാധ്യത കൂടും. അപ്പൊ അത് നമ്മുടെ ഫുഡിലും അതുപോലെ സൺലൈറ്റും ഒക്കെ കൃത്യമായിട്ട് കിട്ടാൻ അനുവദിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇത് റീപിഗ്മെന്റേഷനും സഹായിക്കാനായിട്ട് പറ്റും. പിന്നെ ആ നിറം മാറി നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നിറം വരാനൊക്കെ അതുമൂലം സാധിക്കാറുണ്ട്. പിന്നെ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നാണ് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ തന്നെ സെല്ലുകളെ നമ്മുടെ ശരീരം അതിന്റെ ശത്രുവായിട്ട് കാണപ്പെടുക. അതായത് ഈ മെലാനോസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ചില സെല്ലുകളാണ് അല്ലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ്. പക്ഷെ ഈ നമ്മുടെ ശരീരം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, അത് അതിന്റെ ശത്രുവായിട്ട് കാണുകയാണ്. അങ്ങനെയാണ് ഇത് നമ്മൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇത് ശരീരം തന്നെ ഈ സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ വെള്ളപ്പാണ്ട് എന്നുള്ള പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് വ്യാപിക്കുന്നതും അത് അത്രയും സ്പ്രെഡ് ആയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആവാത്ത കണ്ടീഷൻ ആണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ആൻസർ ആണ്, ഒരുപാട് ശരീരം മൊത്തം വ്യാപിച്ചത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷെ വളരെ ക്ഷമ വേണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, അധികം വ്യാപിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ വെള്ളപ്പാണ്ടുകൾ, ഈ ബേൺഡ് ആയിട്ടുള്ള വൂണ്ടുകളെ, അതായത് നമ്മൾ ഇപ്പോ ഒരു സ്ഥലത്ത് പൊള്ളിയതിന് ശേഷമാണ് ഈ പാണ്ടുകൾ വന്നത്, അതുപോലെ തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിട്ടുണ്ട്, ചില ചുണ്ടുകളിലുണ്ട്, രോമത്തിലുണ്ട്, അതുപോലെ ലിംഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന പാണ്ടുകളുണ്ടല്ലോ, വെള്ളപ്പാണ്ടുകൾ, അതൊക്കെ ചികിത്സിച്ച് മാറ്റാനായിട്ട് വളരെ പാടായതാണ്, കുറച്ച് പ്രയാസമുള്ളതാണ് ഈ വെള്ളപ്പാണ്ട്.
ഇത് സാധാരണയായിട്ട് വെള്ളപ്പാണ്ട് കാണപ്പെടുന്ന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് മുഖത്ത് കാണാം, കയ്യിൽ കാണാം, കാൽപാദത്തിൽ കാണാം, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളില് കൃത്യമായിട്ട് കാണാറുണ്ട്. അത് ഇതേ അവസ്ഥ തന്നെ നമുക്കൊരു പ്രായാധിക്യത്തില് ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളപ്പാണ്ടല്ല. പക്ഷെ നമുക്ക് ഈ സ്ത്രീകളിലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരും. കാരണം അവിടെ ആർത്തവ ചക്രം നിൽക്കുന്നു, മെനോപോസ് ഒക്കെ സംഭവിച്ച് ആർത്തവ ചക്രം നിൽക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ വെള്ളപ്പാടുകളൊക്കെ കണ്ടുവരാറുണ്ട്. അതൊരിക്കലും ഒരു പാണ്ടിന്റെ ലക്ഷണമല്ല കേട്ടോ. അത് പാണ്ടല്ല, പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പിന്നെ ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, വെള്ളപ്പാണ്ടുള്ള ഒരു വ്യക്തിയെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല. അതൊരു പകരുന്ന രോഗമല്ല. ഓക്കെ, ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ഇത് പകരുമോ ഡോക്ടറെ എന്നുള്ളത്. ഇത് ഒരിക്കലും പകരില്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ സ്പ്രെഡ് ആവും. അതുകൊണ്ട് തന്നെ ചികിത്സ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചികിത്സ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ ഇരുണ്ടതാക്കപ്പെടും. കാരണം നല്ല വെളുത്ത ഒരു വ്യക്തിക്ക് ഈ ചികിത്സ ചെയ്യുമ്പോൾ പലപ്പോഴും ഡോക്ടർ എന്തുകൊണ്ടാണ് അതിന്റെ ശരീരം മുഴുവൻ കറക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് ആദ്യത്തെ ചികിത്സ അങ്ങനെ ആയതുകൊണ്ടാണ് അത്തരത്തിൽ നമ്മുടെ ശരീരം മുഴുവൻ കറുത്തതായിട്ട് തോന്നുന്നത്. പക്ഷെ അത് പിന്നീട് സ്ലോലി അത് നമ്മുടെ സ്വാഭാവിക നിറത്തിലേക്ക് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ സ്പ്രെഡിങ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നല്ല രീതിയിൽ വെളുത്ത ആൾക്കാർക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് ആ തുടക്കത്തിലത്തെ ചികിത്സയുടെ സമയത്ത് കാണപ്പെടാറുള്ളത്. പിന്നെ ഡയറ്റ്, ഇതിൽ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ ഒന്നുമില്ല, നമ്മുടെ ഡയറ്റ് നാരുകൾ അടങ്ങിയതും ആന്റി ഓക്സിഡൻസ് അടങ്ങിയതും അതുപോലെ തന്നെ വൈറ്റമിൻസും അടങ്ങിയ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കേണ്ടതാണ്. അപ്പൊ അത് ഞാൻ പറയാം ഏതൊക്കെയാണ് കഴിക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ടത് തവിട് കളയാത്ത ധാന്യം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചോറൊക്കെ യൂസ് ചെയ്യുമ്പോൾ തവിടുള്ള അരി തന്നെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഈ എണ്ണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഫുഡുകൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതിന് പകരം നമ്മൾ അതുപോലെ ഫിഷ്, ഈ സീ ഫുഡുകൾ, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇതൊക്കെ ഒഴിവാക്കുക. റെഡ് മീറ്റ് ഒഴിവാക്കുക. ഓക്കെ, സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കുക. അത് പറയാം. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഏതൊക്കെയാണ്. നമ്മുടെ ബീഫ്, അത്തരത്തിലുള്ള മട്ടൺ, അത്തരത്തിലുള്ള റെഡ് മീറ്റുകളൊക്കെ ഒഴിവാക്കുക. ഹോംലി ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട്, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ഹോംലി ഫുഡുകൾ. എപ്പോഴും പുറത്തത്തെ ഫുഡുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അതിൽ കളർ ചേർക്കുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് സൃഷ്ടിക്കും. അപ്പൊ വെള്ളപ്പാണ്ടുള്ളവര് ഹോംലി ഫുഡ് കഴിക്കുക, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് കഴിക്കുക, നാരുകൾ അടങ്ങിയതും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. പക്ഷെ സിട്രസ് ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക, സ്ട്രോബെറി കഴിക്കുക, ബ്ലൂബെറീസ് കഴിക്കുക, അതുപോലെ തന്നെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സീ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. സീ ഫുഡ് എന്ന് പറയുമ്പോൾ ചെമ്മീന്, കൂന്തള്, പിന്നെ അതുപോലെ ഞണ്ട്, അത്തരത്തിലുള്ള ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാവരും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് തൈര്, അച്ചാറ്, പിന്നെ അതുപോലെ എണ്ണ പലഹാരങ്ങള്, ഫിഷ്, മീറ്റ്, പിന്നെ സീ ഫുഡ്. ഇത്രയും സാധനങ്ങള് ഈ എന്താണ് നമ്മുടെ വെള്ളപ്പാണ്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് അവർക്ക് അപഥ്യമാണ്, അവർക്കത് കഴിക്കാനായിട്ട് പാടില്ലാത്ത ഭക്ഷണങ്ങളാണ്. അത് കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഒറ്റമൂലികൾ പറയാം. നിങ്ങൾ എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണെന്ന് അറിയാം. അപ്പൊ ഒറ്റമൂലികളിലൊന്നുമില്ല, ഒരു ചെമ്പുപാത്രം വേണം, ഒരു കോപ്പറിന്റെ വെസൽ വേണം. അതിൽ നിങ്ങൾക്ക് വെള്ളം, അതായത് ചൂടോടുകൂടിയ വെള്ളം നിങ്ങൾക്ക് തലേ ദിവസം രാത്രി, ഒരു ദിവസം രാത്രി നമ്മൾ വെച്ചിരിക്കണം. വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കത് വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുന്നത് നമുക്ക് ഈ പിഗ്മെന്റേഷൻ ഒക്കെ വീണ്ടെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ്. ഇത് ഡെയിലി ചെയ്യാവുന്ന ഒരു മെത്തേഡും കൂടിയാണ്. പിന്നെ അടുത്തൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് കടുകെണ്ണയും അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഈ മഞ്ഞൾപ്പൊടി കടുകെണ്ണയിൽ ചാലിച്ചിട്ട് നമ്മുടെ എവിടെയാണ് പ്രശ്നം അവിടെയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് തോരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഉണങ്ങുന്ന സമയത്ത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് ഈ വെള്ളപ്പാണ്ട് എന്നുള്ള പ്രശ്നം കൂടാനായിട്ട് കാരണമുണ്ട്. അപ്പൊ സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിന് മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, പ്രാണായാമ ചെയ്യുക, നന്നായി ഉറങ്ങുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ കൂടുതലായിട്ട് സൂര്യന്റെ രശ്മികൾ, UV റേസ് കൊള്ളാനായിട്ട് പാടില്ല. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, നല്ല രീതിയിൽ കൊടയൊക്കെ ചൂടി നടക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ സൺസ്ക്രീൻ ഇടാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് രശ്മികൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് അഗ്രിവേഷൻ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കൂടുതലായിട്ട് അഗ്രിവേറ്റ് ചെയ്യാതെ നോക്കാം. പിന്നെ അടുത്തൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് വാഹുചി വിത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് സൊറാലിയ കോഡിഫോളിയ എന്ന് പറയുന്നതാണ്.
കോർലിഫോളിയ. അപ്പൊ അത് ശുദ്ധജലത്തിൽ അരച്ചിട്ട് അതിന്റെ പേസ്റ്റ് നമുക്ക് എവിടെയൊക്കെയാണ് വെള്ളപ്പാണ്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് പുരട്ടാവുന്നതാണ്. അതും വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇതൊരു ഒറ്റമൂലികളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആര്യവേപ്പില അരച്ച് നമ്മുടെ എവിടെയൊക്കെയാണ് പ്രശ്നം, ആര്യവേപ്പില എന്ന് പറഞ്ഞാൽ നല്ല കക്കണ വേപ്പില ഉണ്ടല്ലോ, അത് അരച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് പ്രശ്നം അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ നമുക്കത് കഴിച്ച് തിന്നാനും കൂടി ഉപയോഗിക്കാം. അതൊരു 10 ഗ്രാം വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ രാവിലെ നമുക്ക് ഇപ്പോ നടക്കാനൊക്കെ ഇറങ്ങുന്നവർക്ക് ഇത്രയും ആര്യവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് 10 ഗ്രാം കഴിക്കാവുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ വേപ്പിൻ കുരു ആട്ടിയെടുക്കുന്ന എണ്ണയുണ്ടല്ലോ, അതാണ് വേപ്പിൻ എണ്ണ. ഇത് നമുക്ക് തോരെ പുരട്ടുന്നതും വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന്. നമ്മളെപ്പോഴും വാതപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയിട്ട് പേഷ്യന്റിനോട് ചോദിച്ചറിഞ്ഞ് അവരുടെ ലക്ഷണങ്ങൾ അറിഞ്ഞ് അവരുടെ രോഗത്തിന്റെ തീവ്രത അറിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ ചോദിക്കും. അപ്പൊ നമുക്ക് 3 മാസവും 6 മാസവും ഒക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ ചികിത്സയ്ക്ക് ഒരു തരത്തിലുമുള്ള വ്യത്യാസം വന്നില്ല, പേഷ്യന്റിന് ഒരു തരത്തിലുള്ള മാറ്റം വന്നില്ലെങ്കിൽ അതൊരു അസാധ്യ രോഗമാണ്. അത് ചികിത്സിച്ച് മാറ്റാനായിട്ട് ആയുർവേദത്തിൽ എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അത് എല്ലാ വെള്ളപ്പാണ്ടിലും അങ്ങനെ വരാറില്ല. പക്ഷെ ചില വെള്ളപ്പാണ്ടുകളിൽ ഒരിക്കലും നമ്മൾ എത്രയൊക്കെ ചികിത്സ ചെയ്താലും അത് മാറാത്ത രീതിയിൽ നിൽക്കുന്ന വെള്ളപ്പാണ്ടുകളുണ്ട്. അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊക്കെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. ചില വെള്ളപ്പാണ്ടുകൾ നമുക്ക് കൃത്യമായിട്ട് മാറ്റിയെടുക്കാനും പറ്റാറുണ്ട്. പക്ഷെ പലതും ഞാൻ പറയുന്നു ശരീരത്തിൽ മുഴുവനായിട്ട് വ്യാപിച്ചത് മാറ്റിയെടുക്കാനായിട്ട് പറ്റാറുണ്ട്. പക്ഷെ ചിലത് ഫുൾ വ്യാപിച്ചത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയും വരാറുണ്ട്. അപ്പൊ 2 തരത്തിലും വരാറുണ്ട്. പക്ഷെ അത് ഒരു 3 മാസം 6 മാസം ചികിത്സ കൊണ്ട് തന്നെയാണ് വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ഡയറ്റും അതേപോലെ തന്നെ ഔഷധങ്ങളൊക്കെ സേവിക്കുക വഴി തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കോൺഫിഡൻസ് വേണം, നമ്മുടെ എനിക്ക് മാറണം എന്നുള്ള ചിന്ത വേണം. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഔഷധങ്ങള് നമ്മൾ ആയുർവേദ ഔഷധത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചർമ്മത്തെ ബാധിക്കുന്ന എപ്പോഴും രക്തം ദൂഷിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ രക്തദൂഷം നടക്കുന്നുണ്ട്, അതുപോലെ പിത്തദോഷം വർദ്ധിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ആയുർവേദയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൂടുതലായിട്ടും അനുശ്വസിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വിരേചനം തന്നെയാണ്. വിരേചനം ചെയ്യാനായിട്ട് പറയും. അപ്പൊ ഈ ശരീരത്തിലുള്ള ചൂട് ഇതൊക്കെ ഓൾറെഡി ഈ എന്താ പറയാ വെള്ളപ്പാണ്ടുള്ള വ്യക്തിയിലെ ശരീരത്തിലെ ചൂട് വിദാഹം, അതായത് ഈ ഉൾപ്പുഴുക്കൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അത് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ വിരേചനം ചെയ്യാനായിട്ട് വിരേചന ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് പല വെള്ളപ്പാണ്ട് രോഗികൾക്കും കിട്ടുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പൊ വിരേചനത്തിന് പലതരം ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് അവരുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കഷായ യോഗങ്ങളും ചൂർണങ്ങളും ഔഷധങ്ങളും ഒക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അത് ഓരോ രോഗാവസ്ഥയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ തന്നെ എടുക്കാം. ഈ പറഞ്ഞ ഒറ്റമൂലികളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നോക്കി ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികളാണ്. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം, ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വെള്ളപ്പാണ്ടുള്ള രോഗികൾക്ക് ആയുർവേദ ഓൺലൈൻ കൺസൾട്ടേഷനോ ഡയറക്റ്റ് കൺസൾട്ടേഷനോ വേണമെങ്കിൽ നമ്മളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം. നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്കും കൂടി കിട്ടാനായിട്ട് കാരണമാകട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോ നാളെ നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.